പ്രിയമുള്ളവരെ, വചനജ്വാല 1634 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 5-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറേമിയയുടെ പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറൂസലേമിനെ മുന്നറിയിപ്പ്: നിങ്ങൾ കാതോർത്തു കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുക്കി കരയും. കണ്ണീർ ധാരധാരയായി ഒഴുകും. രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ താഴെ ഇറങ്ങുക. നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. നെഗബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കാൻ ആരുമില്ല. യൂദ നാടുകടത്തപ്പെടുന്നു. സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു. നീ കണ്ണുകൾ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുക. നിന്നെ വരവേൽപ്പിച്ചിരുന്നാട്ടിൻ പറ്റം, നിന്റെ മനോഹരമായ അജഗണം എവിടെ? സുഹൃത്തുക്കളെന്ന് നീ കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? ഊറ്റുനോവടുത്തവളെ പോലെ നീ വേദനയാൽ പൊളയുകയില്ലേ? നീ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാകും. നിന്റെ തിന്മകളുടെ ആധിക്യ നിമിത്തമാണ് അവർ നിന്നെ വസ്ത്രമുരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത്. എത്യോപ്യക്കാരനെ തന്റെ തൊലിയോ പുള്ളിപ്പുളിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പതിരെന്ന പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും. ഞാൻ അളന്നു വെച്ചിരിക്കുന്ന ഓഹരി ഇതാണ്. എന്തെന്നാൽ നീ എന്നെ മറയ്ക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും. നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീർക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലമുകളിലും ഞാൻ കണ്ടു. ജെറൂസലേമേ, നിനക്ക് ദുരിതം, എന്നാണ് നീ ശുദ്ധനാവുക. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ എലേവുത്തൂരൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഫ്രാൻസിൽ ടുർണയിൽ എന്ന സ്ഥലത്ത് ജനനം. തെയോഡാറായിരുന്നു ടുർണയിലെ ആദ്യ മെത്രാൻ. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് എലേവുത്തോരിയൂസ്. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു രക്തസാക്ഷിയായിരുന്നു. ക്രിസ്തീയ വിശ്വാസം ശക്തമായി പകർന്നു നൽകിയിരുന്നതിനാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിനാലും അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 532
രക്തസാക്ഷിത്വം വരിച്ചു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് ഇടയ കുട്ടികളായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് മാർത്തായെയും ജസീന്ത മാർത്തായെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടത് ലൂസിയ ദോസ് സാന്തോസ്, അവരുടെ കസിൻ സഹോദരങ്ങളായ ഫ്രാൻസിസ് മാർത്തോ, ജസീന്ത മാർത്തോ എന്നീ ഇടയ കുട്ടികൾക്കായിരുന്നു. ഫ്രാൻസിസും ജസീന്തയും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞിരുന്നു. ലൂസിയ കാർമല മഠത്തിൽ ചേരുകയും മാതാവിൻ്റെ ദർശനങ്ങളുടെ സാക്ഷിയായി ജീവിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് നിശബ്ദവും ധ്യാനപ്രിയനും ആയിരുന്നു. ജപമാലയിലൂടെ ദൈവസ്നേഹത്തിൽ വളരുകയും 1919 അസുഖബാധിതനായി മരിക്കുകയുമാണ് ഉണ്ടായത്. ജസീന്ത പാപികളുടെ മാനസാന്തരത്തിനുള്ള ത്യാഗങ്ങൾ ചെയ്തു. രോഗബാധ സഹനത്തോടെ ഏറ്റെടുത്തു. 2017 മെയ് 13 ഫാത്തിമ ദർശനങ്ങളുടെ 100-ാം വാർഷികത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുവരെയും വിശ്വാസിയായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, രക്തസാക്ഷിയായ വിശുദ്ധ എലേവുത്തൂരിയൂസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോ, വിശുദ്ധ ജസീന്ത മാർത്തോ എന്നിവരുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.